നാളെ പെരുന്നാളാണ്. ഒരു മുസ്ലിമിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു ദിവസം. പക്ഷെ സങ്കടകരമായ ഒരു വിഷയം നമ്മുടെ മുസ്ലിമീങ്ങളിലുള്ള യുവാക്കൾ ചില ആഘോഷങ്ങളിൽ പടക്കം പൊട്ടിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു പൂക്കളിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സദ്യ കഴിക്കുമ്പോൾ ആ മുസ്ലിം ഉമ്മത്തിന് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ കേക്ക് മുറിക്കുമ്പോൾ നമ്മുടെ ഉമ്മത്തിലുള്ള ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം പോലും പല മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾക്ക് പെരുന്നാളിന് തോന്നുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടമായ കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾക്ക് സന്തോഷിക്കുവാനുള്ള ദിവസമാണ് ഇൻഷാ അല്ലാഹ് നാളെ. അത് നമ്മൾ ആഘോഷിക്കണം. അത് ആഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പോൾ ആഘോഷത്തിനുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ആഘോഷമായി പടക്കം പൊട്ടിക്കുന്ന കേൾക്കുകയല്ല. നമ്മൾ സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് നാളെ പെരുന്നാളിലെ ചില സുന്നത്തുകൾ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഒന്നാമത്തേത് കുളിക്കുക. ഇതിന്റെ ഹദീസുകൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. നാളെ കുളിക്കാം. അതിന് ഞാൻ പറഞ്ഞ വിശദീകരിച്ചു, നേരത്തെ കുളിക്കാം. അങ്ങനെ പറയാമെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ സുബി കഴിഞ്ഞ് വരും, ഒരേക്കും കുറച്ചേരം ഒരു 10-20 മിനിറ്റിലേക്ക് ഉറങ്ങും. ഇങ്ങനെ ചാരി കുളി, റോഡ് പള്ളിയുടെ ബാക്കില് ഏതൊക്കെ പള്ളിച്ചക്കലുണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇതുകാരുടെ ബാക്കിൽ മൊത്തയിൽ നോക്കി ആയില്ല രണ്ടാളെക്കൊണ്ട് ഇങ്ങനെ പഴയ വെള്ളത്തിനെ ഒഴിച്ച് ഓടിന് വില നമസ്കാരത്തിൽ അങ്ങനെയല്ല. നേരത്തെ നല്ല ഉഷാറായിട്ട് ചെയ്യാം കുളിക്കാം. 2 നല്ല വസ്ത്രം ധരിക്കാം. ഒന്നുകിൽ പുതുവസ്ത്രം, അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ആയിരിക്കും ബിസ്മില്ലാ ചൊല്ലി ആ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ചെയ്യണം, നമ്മൾക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തേത്. ഇനി പുതിയ വസ്ത്രം ഇല്ലാത്തവരുടെ ചെയ്താൽ ഏറ്റവും നല്ലത് കിട്ടാൻ മതി. ഇനി മറ്റുള്ളവർക്ക് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ചെയ്യണം. നമ്മൾ ചോദ്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി മൂന്നാമത്തേത് സുഗന്ധം പുരട്ടുക എന്ന് പറയുന്നത് ആണെങ്കിൽ ഒരു ചെറിയ ഒരു സുഗന്ധം സ്പ്രേയോ അത്രയോ എന്തെങ്കിലും സാധനം ഒന്ന് ശരീരത്തിൽ സുഗന്ധത്തിനായി നല്ലൊരു ഉഷാറായിട്ട് ചെയ്യണം, ഇറങ്ങണം. അവിടെ പെണ്ണുങ്ങൾക്ക് സുഗന്ധമല്ല, പെണ്ണുങ്ങൾക്ക് എന്തില്ല സുഗന്ധമില്ല എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ട സാധനം. ഇനി ഭക്ഷണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാള് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്. വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹയ്ക്ക് വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കുന്നത്. ശ്രദ്ധിക്കാം, വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ പുട്ടും കോഴിക്കറിയും എല്ലാ വീട്ടിലുണ്ടാവും. അവർ ആദ്യത്തെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി നിസ്കാരത്തിന് ശേഷമാണ് എന്ത് ചെയ്യും നമ്മൾക്കുള്ള ഭക്ഷണം. ഇനി അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തക്ബീർ ചൊല്ലലാണ്. അത് ചൊല്ലണം. ചിലർക്ക് ഭയങ്കര കുറവായിട്ടാണ് ചെയ്യാം. അങ്ങോട്ട് ചെല്ലണം, ഉറക്കണം. ബാപ്പയും മോനും കൂടി, അതായത് ഉമറുടേതായാലും ഇവര് ഉമറും കൂടി അങ്ങാടിക്കൂടി ഇങ്ങനെ തക്ബീർ ചൊല്ലി നടന്നതാണ്. ഇത് കേട്ട് ആൾക്കാരും തക്ബീർ ചൊല്ലിയാണ്. അതുകൊണ്ട് ഉറക്കം എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് അയ്യാമത്തെ ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യണം, തക്ബീർ ചൊല്ലേണ്ടതാണ്. ഇനി അടുത്ത വിഷയം, ഈദ്ഗാഹിലേക്ക് നേരത്തെ വരണം. നമ്മൾ പള്ളിയിലാണ് ഈദ്ഗാഹ് വെച്ചാൽ ആ സ്ഥലത്തേക്ക് നേരത്തെ വരണം. അത് ലേറ്റാക്കരുത്, വെറുതെ ലേറ്റാക്കരുത്. വെറുതെ കിടന്നുറങ്ങി ഫോണിൽ കളിച്ച് വെറുതെ അങ്ങോട്ടും കൂടി നമ്മൾ ലേറ്റാക്കരുത്. പള്ളിയിൽ ഈ ഈദ്ഗാഹിന് വേണ്ടി എത്തുന്ന സമയത്ത് സ്വഭാവത്തിൽ റെഡിയായിട്ട് നിൽക്കണം. ഇത് പള്ളിയിൽ ഇന്നാൾ വന്ന് സ്വപ്പായിട്ടുണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആൾക്കാരെ കാത്തിക്കണേ. എന്തിനാ ഈ നേരത്തെ നല്ല ദിവസം നേരത്തെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹിലേക്ക് എത്താൻ സാധിക്കണം. ഇനി അടുത്തൊരു സുന്നത്താണ് ഈദ്ഗാഹിലേക്ക് നടന്നു പോവുക എന്ന് പറയുന്ന വിഷയം. വണ്ടി എല്ലാവരും നടന്നു പോവുക. ഞാൻ വിചാരിച്ച് കിലോമീറ്ററോളം നടന്ന് ഇവിടെ നേരത്തെ പോയി ചായ സ്വീപ്പാവണ്ട. നടക്കാൻ സാധിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, നടന്നിട്ട് ഈ വാഹനത്തിൽ വരുന്നത് ഹലാലുമാണ് എന്ന് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം പിന്നെ ചില ഒലമാക്ക് വാജിബാണ്, സുന്നത്തിൽ മുഅക്കദ ശക്തമായ സുന്നത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് 6 നിസ്കാരമാണല്ലോ, അതിന് നേരത്തെ വരാം. പിന്നെ അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ പെരുന്നാൾ നിസ്കാരത്തിൽ ഈദ്ഗാഹിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമില്ല. കേട്ടോളെ, സുന്നത്ത് നിസ്കാരമില്ല. പക്ഷെ പള്ളിയിലാണ് ഉള്ളതെങ്കിൽ പള്ളിയിൽ കയറിയാലുള്ള 2 റക്അത്ത് നിസ്കരിക്കാം. പക്ഷെ ഈദ്ഗാഹിലാണ് എങ്കിൽ അവിടെ 2 റക്അത്ത് നിസ്കാരമില്ല. ചിലവരൊക്കെ ആ ഒരു മുസ്ലിമൊക്കെ വിരിച്ച് ഭയങ്കര സംഭവമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. അതിന് ആവശ്യമില്ല. നേരെ കുത്തിരിന് എന്ത് ചെയ്താൽ മതി, തക്ബീർ ചൊല്ലിയാൽ മതി. ഇനി ആർക്കെങ്കിലും ഈ പെരുന്നാൾ നിസ്കാരം കിട്ടിയിട്ടില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം, അതേപോലെ നിസ്കരിക്കണം എന്നതാണ് ഉലമാക്കളുടെ അഭിപ്രായം. ഇങ്ങനെ ആ 2 റക്അത്ത് ഇമാം എങ്ങനെയാണ് നിസ്കരിച്ചത് അതേപോലെ എന്ത് ചെയ്യണം, അവരും നിസ്കരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അടുത്ത ഒരു വിഷയം, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള ഖുത്ബ നിർബന്ധമല്ല, പക്ഷെ ശ്രമിക്കണം. ഭയങ്കര സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള ഒരു ഖുത്ബ എന്ത് ചെയ്യണം, നല്ലോണം കേൾക്കുക എന്ന് പറയുന്നത് ശക്തമായ സുന്നത്ത്. അടുത്തത് ദാനം. ഇപ്പോഴേ കേട്ടോളെ, ഇപ്പോഴേ നാളത്തെ ഒരു ഷർട്ട് തേച്ച് വെക്കുമ്പോ ഒരു പൈസ 80, 100, 500, 1000 എത്ര നമ്മുടെ പോക്കറ്റ് അതിനനുസരിച്ചുള്ള ഒരു പൈസ അതിന്റെ എടുത്ത് വെക്കുക. എന്താ കാരണം വെച്ചാൽ
നല്ല ഡ്രസ്സ് പുതിയ ഡ്രസ്സിട്ട് ഈ പെരുന്നാളിന് കൂടെ ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പൈസ എടുക്കാൻ മാറും. പുറത്ത് ദാനധർമ്മത്തിന്റെ കുറെ അവസരമുണ്ടാവും. അപ്പോ ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടോ അതിനൊക്കെ നല്ലത് കൈമെടുത്ത് പൈസ എടുത്തിട്ട് നാളത്തെ നിയന്ത്രിച്ച് ഇപ്പോഴേ കൈമെന്ത് ചെയ്യാം, പൈസ എടുത്ത് കൊടുക്കാം. സ്ത്രീകളോട് പ്രത്യേകമായി ഈ ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പെരുന്നാൾ ആശംസ. ഈ നാളെ അറബ് കാര്യങ്ങളുകൊണ്ട് തിരക്കുണ്ടാവും. എന്നാൽ തക്കപ്പലാവാക്കും എല്ലാവരും ചെയ്യണം, അങ്ങോട്ടും കൂടെ പറയുന്നതാണ് ഇസ്ലാമിന്റെ മര്യാദയിൽപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു വിഷയം, മുസല്ലയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇത് പലർക്കും അറിയാത്ത വിഷയമാണ്. മുസല്ലയിൽ നിന്ന് വീട്ടിലേക്ക് മുസല്ലയിൽ അതായത് പിന്നെ ഈദ്ഗാഹ് നിസ്കാരമില്ല, മുസല്ലയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതിന് ശാദം ചെയ്യണം, താങ്കൾ ശ്രദ്ധിക്കണം. അടുത്ത ഉദയത്തിന് സാധിക്കുന്ന ആളുകളൊക്കെ ചേർന്നിട്ടുണ്ടാകും. തോപ്പിക്കേക്ക് അനുഗ്രഹിക്കും പറയട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാളെ മുസ്ലിങ്ങളുടെ അവസാനം അത് നാളെ ഹറാമിന്റെ ദിവസമായിട്ട് മാറ്റരുത്. പലപ്പോഴും പല വീട്ടിൽ പെരുന്നാൾ അന്ന് കച്ചവടം ഉണ്ടാവും. എന്താ പെരുന്നാൾ അന്ന് ഭാര്യ ഭർത്താവും അങ്ങോട്ട് പോയി വർത്താനം. നാളെ അതിന്റെ ഒരു സമയമല്ല എന്നെന്തെങ്കിലും മനസ്സിലാക്കാം. പെരുന്നാളൊക്കെ കഴിയട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ നാളെ ആരും സമയം മൊത്തം ചെയ്യാം, ഉഷാറാക്കി പോവുക. ഈ അയ്യാമത്ത് ശരിക്കുന്ന 3 ദിവസങ്ങൾ അത് അഖിൽ ബഷീർ വലിക്കലില്ല. 3 കാര്യങ്ങൾ തിന്നാനും ഭക്ഷിക്കാനും വെള്ളം കുടിക്കാനും അള്ളാഹെ ഓർക്കാനുമാണ്. അതുകൊണ്ട് വെറും ബീഫാക്കാതെ ബീഫിന്റെ കൂടെ അള്ളാഹിന്റെ ദിക്റുകൾ കൂടി ചെയ്യണം. നമ്മൾക്ക് വേണം. ഇനി മറ്റൊരു മസല, ചില ആൾക്കാർ വിചാരിച്ചത് ഈ അയ്യാമത്തെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഈ ഇറച്ചി തീർക്കണമെന്നാണ്. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഭക്ഷണം ചെയ്യാം, ദാനം ചെയ്യാം. ഏതായിരുന്നാലും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ ആഫിയത്തോടുകൂടി നാളെ ഉദ്ഘാടനം അയ്യാമത്തെ ശരീരത്തിലൊക്കെ ഉദ്ഘാടനം തോൽപ്പിക്കും. അള്ളാഹു അനുഗ്രഹിക്കും പറയട്ടെ. ഇന്നൊരു മയ്യസ്കാരം ഉണ്ടായിരുന്നു. മരണപ്പെട്ടു പോയവരുടെ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു റസൂൽ പറഞ്ഞ ഹജ്ജത്തുൽ വിദാഅ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ഇൻഷാ അല്ലാഹ് ഇസ്സത്തോടുകൂടി പ്രതാപത്തോടുകൂടി നല്ലൊരു മുസ്ലിമായി ജീവിച്ച് ചരിത്രത്തിൽ മരിക്കുന്നവരുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് ഇവിടെ തിന്മകളൊക്കെ പുറത്തു വിടുന്ന ഒരു അവസ്ഥയിലേക്കുള്ളാവും നമ്മളെല്ലാവരും പിന്നെ എത്തിച്ച് നൽകിയാൽ പലരും കടകളുണ്ട്, പലിശ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. അത് ശാരീരികമായ മാനസിക പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതാവും. എല്ലാ പ്രയാസങ്ങളും എളുപ്പവും ഒരു മക്കൾ പുറത്തു കിടക്കാനുള്ള ഒരു പരിഹാര മാർഗവും അള്ളാഹു നൽകാനിലേക്ക് പറയട്ടെ. അള്ളാഹു ഇങ്ങനെ എവിടെ വെച്ച് മരിച്ചാൽ കഴിവ് ചെയ്ത് മരിക്കാൻ അള്ളാഹു നൽകട്ടെ. അള്ളാഹു മക്കളെ والمسلمين والمسلمات الأحياء منهم والأموات إنك تجيب دعوات يا قاضي الحاجات اللهم اجعلنا من النار اللهم اجعلنا وأجر والدينا من النار.